1975 ജൂൺ 25-നാണ് ഇന്ത്യയിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ആ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ RSS ഘടകത്തിനും പ്രത്യേകമായ ഒരു ദിവസമായിരുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സംസ്ഥാന കാര്യാലയം അന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ദിവസമായിരുന്നു. അതിരാവിലെ ഗണപതി ഹോമത്തോടുകൂടി പ്രാന്ത കാര്യാലയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. വിശിഷ്ടാതിഥിയായി വന്നത് ക്ഷേത്രീയ പ്രചാരക്കായിരുന്ന മാനനീയ യാദവറാവ് ജോഷി ആയിരുന്നു. ഗണപതി ഹോമം കഴിയലും അടിയന്തരാവസ്ഥ പ്രഖ്യാപന വാർത്തകളായിട്ടാണ് പത്രങ്ങൾ വായിക്കപ്പെടുന്നത്. അപ്പം തന്നെ പ്രധാന പ്രവർത്തകർക്കെല്ലാം മനസ്സിലായി RSS നിരോധിക്കപ്പെടുമെന്നും ഒരു ഭീകരാന്തരീക്ഷമാണ് ഇന്ത്യയിൽ വരുന്നതെന്നും മനസ്സിലാക്കുവാൻ സാധിച്ചു. ഉടൻ തന്നെ ഒരു യോഗം കൂടുകയും അവിടെ കൂടിയ പ്രചാരകന്മാരെയും മറ്റ് സംഘ ഭാരവാഹികളെയും പിരിച്ചുവിട്ടു. ജില്ലാ പ്രചാരകന്മാരും അതുപോലുള്ള പ്രധാനപ്പെട്ട പ്രവർത്തകരും ഒരുമിച്ചിരുന്ന് അണ്ടർഗ്രൗണ്ട് പ്രവർത്തനത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കുകയാണ് ഉണ്ടായത്. ശ്രീമാൻ ഭാസ്കർ ഷേണായി ഭാസ്കർജി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു രഹസ്യമായിട്ടായ യോഗം കൂടി രൂപരേഖകൾ തയ്യാറാക്കിയത്. ഞാൻ അന്ന് ആലപ്പുഴ ജില്ലാ പ്രചാരക്കായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒരു മഹാഭാഗ്യസംഭവം ആയിട്ട് ഞാൻ ഇന്ന് കരുതുകയാണ്. കാരണം കേരളത്തിലെ 7314 അടിയന്തരാവസ്ഥ തടവുകാർ റെക്കോർഡിക്കലായിട്ടും ഉദ്ദേശവും 2000-ൽ പരം ആൾക്കാർ റെക്കോർഡില്ലാതെയും അതിദാരുണമായ രീതിയിൽ മർദ്ദനമേറ്റ ഒരു സംസ്ഥാനമാണ് കേരളം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞത് ഒരു വർഷം എനിക്ക് ഒളിവിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. 1976 ആഗസ്റ്റ് 1-ാം തീയതിയാണ് ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ആ ഒരു വർഷത്തെ കാലഘട്ടത്തിൻ്റെ ഇളവിലാണ് നവംബർ 14-ാം തീയതി മുതലുള്ള സത്യാഗ്രഹം തുടങ്ങിയത്. സത്യാഗ്രഹം മാത്രമല്ല, ഇതിനിടയ്ക്ക് പല പ്രധാനപ്പെട്ട RSS പ്രവർത്തകരെയും ഉത്തരവാദിത്തമുള്ളവരെയും അറസ്റ്റ് ചെയ്ത് മിസാ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അറസ്റ്റ് ചെയ്തതിൽ പലരെയും ഭീകരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ വേറൊരു പ്രധാന ചുമതലയുണ്ടായിരുന്നത് കുരുക്ഷേത്രം എന്ന് പറഞ്ഞ രഹസ്യരേഖ അടിക്കുക എന്നതായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ 4 പ്രസ്സുകളിൽ നിന്നായിട്ട് കുരുക്ഷേത്രവും മറ്റ് രഹസ്യരേഖകളും അടിച്ച് ഇറക്കിയിട്ടുണ്ട്. അത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാനുള്ള പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരുടെ രഹസ്യ യോഗങ്ങൾ നടക്കുകയും ഓരോ സംഭവങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യാനുള്ള യോഗങ്ങളിൽ പങ്കെടുക്കുക, പോലീസിനെ വെട്ടിച്ച് നടക്കുക, ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വർഷത്തെ രഹസ്യ പ്രവർത്തനത്തിൽ എനിക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ചില പ്രത്യേക സംഭവങ്ങളുടെ പേരിലാണ് എന്നെപ്പോലൊരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഇത്രയും ജാഗരൂകനായത്. കാരണം ഏറ്റവും നല്ല ശക്തമായ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് പോരാട്ടം നടത്താൻ പ്രവർത്തകർ മുന്നോട്ട് വന്നൊരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. പുന്നപ്ര വയലാർ പോലുള്ള ഒരു സമര പാരമ്പര്യം തന്നെ സത്യത്തിൽ RSS പ്രവർത്തകർക്ക് ആലപ്പുഴ ജില്ലയിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വൈരാഗ്യമെല്ലാം പോലീസിനുണ്ട്. എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള പ്രധാനമായ കാരണം സംഘത്തിൻ്റെ പ്രാന്തപ്രചാരകയായ യശസ്വരനായ ഭാസ്കർ റാവുജി ഒരുമിച്ച്
പ്രൊഫസർ സോമരാജൻ സാർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിൽ മാർച്ച് മാസം 22-ാം തീയതി താമസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അന്നത്തെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പോലീസ് SP-യെക്കാളും പവറാണ്. എന്തതിക്രമങ്ങളും അവർ കാണിക്കുമായിരുന്നു. അങ്ങനെ ഒരുമിച്ചിരുന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഈ വ്യക്തിയിരുന്ന് പോലീസിൻ്റെ ക്ലബിലിരുന്ന് സംസാരിക്കുമ്പോഴാണ് ഇയാളുടെ വായിൽ നിന്ന് വന്നത്, നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്തോന്നാണ് ഈ നാട്ടിൽ ചെയ്യുന്നത്? എൻ്റെ വീട്ടിൽ മാർച്ച് മാസം 22-ാം തീയതി ഭാസ്കറാവും ഗോപകുമാറും വന്ന് താമസിച്ച് പോയിട്ടുണ്ട് എന്ന് പറയണം. എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ സോമരാജ സാറിൻ്റെ വീട്, അത് തന്നെയാണ് ഇയാളുടെ വീട്. അയാൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡൻ്റുമാണല്ലോ. അവരത് നോട്ട് ചെയ്തെടുത്തു. സോമരാജ സാറിനെ മിസൈൽ അറസ്റ്റ് ചെയ്തെന്ന് ഭീഷണിപ്പെടുത്തി. ഭാര്യയെ അറസ്റ്റ് ചെയ്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്. അതിനെ തുടർന്നാണ് വളരെ ആസൂത്രിതമായി കോൺഗ്രസ് പ്രവർത്തകരും പോലീസുകാരും തിരക്കി നടക്കുകയും എന്നെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്ത്. എന്നെപ്പോലെ വ്യക്തിയെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ ആലപ്പുഴയിൽ തന്നെയാണ്. അവിടെ തന്നെയാണ് ജില്ലാ പ്രചാരക്കായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു വളരെ ആസൂത്രിതമായിട്ടുള്ള വല വെച്ച് ഞാൻ രാത്രി താമസിച്ച സ്വയംസേവൻ്റെ വീട് വളയാണ്. ആ വീട്ടിലെ മണി എന്ന് പറയുന്ന സ്വയംസേവൻ ആദ്യം സത്യാഗ്രഹത്തിന് പോയ ആളാണ്. ഞാൻ ആ വീട്ടിൽ താമസിച്ചിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് ചങ്ങനാശ്ശേരിയിൽ ഒരു യോഗത്തിനായിട്ട് പോകാനായിട്ട് ബാഗും കുടയെടുത്ത് ഇറങ്ങുമ്പോഴാണ് ആ വീടിൻ്റെ ഭാഗങ്ങളിൽ യൂത്ത് കോൺഗ്രസ്സുകാർ വന്നു നിന്നതും ഞാൻ പിന്നീട് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ആലപ്പുഴ കിടങ്ങാമ്പ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കൂടി ഓടി ആലപ്പുഴ പാലം കടന്ന് ജില്ലാ കോടതി പാലം കഴിഞ്ഞ് മുല്ലക്കൽ ഇടവഴി കൂടെ ഓടി ബസ് സ്റ്റാൻഡിൽ എത്തി. എനിക്ക് പിടിക്കപ്പെടുമെന്ന് മനസ്സിലായി. ആ പിടിക്കപ്പെടുന്നതിൽ എനിക്ക് ഏറ്റവും രക്ഷപ്പെടുത്തേണ്ടത് അന്ന് നടക്കുന്ന യോഗമാണ്. അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന ബാഗും കുടയും തിരുവനന്തപുരത്തേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് തിങ്ങിയറിഞ്ഞ ആൾക്കാരുടെ ആ ബസ്സിൽ കയറി ഞാനത് വെച്ചു. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പുന്നപ്പുറയ്ക്ക് പോകുന്നൊരു സാധാരണ വണ്ടി കയറി ശാന്തനായിട്ടിരുന്നു. കാരണം കൈയും കെട്ടിയിരുന്നു. എൻ്റെ ജോലി കഴിഞ്ഞിരിക്കുന്നു, എൻ്റെ വെളിയിലുള്ള പ്രവർത്തനത്തിൻ്റെ ജോലി കഴിഞ്ഞു എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യമായി കഴിഞ്ഞു. അത്രയും പോലീസ് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ ആലപ്പുഴ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് വളയുകയായിരുന്നു. ഈ യൂത്ത് കോൺഗ്രസ്സുകാരും അന്നത്തെ DYSP ആയുള്ള ഗോപിനാഥൻ നായർ, അദ്ദേഹം ഇസ്പേഡ് ഗോപി എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇസ്പേഡ് കുട്ടമ്പിള്ള, CP രാമസ്വാമി അയ്യരുടെ കാലത്തെ പ്രസിദ്ധരായ 2 ക്രൂരന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തിരുവാങ്കൂറിലുണ്ടായിരുന്നു. ഒന്ന് നല്ലമുട്ടം പപ്പുള്ള, രണ്ടാമത്തേത് ഇസ്പേഡ് കുട്ടമ്പിള്ള. ഇസ്പേഡ് കുട്ടമ്പിള്ളയുടെ രണ്ടാമത്തെ മകനാണ് ഈ ഗോപിനാഥൻ നായർ. അയാളുടെ ജ്യേഷ്ഠനും പോലീസ് ഉദ്യോഗക്കാരനായിരുന്നു. അയാളെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ആദ്യത്തെ സ്പീക്കറായിരുന്ന ശങ്കരനാരായണൻ തമ്പിയുടെ അനുജനാണ് നൂറനാട് പോലീസ് സ്റ്റേഷൻ ഉപയോഗിച്ച് കുത്തിക്കൊല്ലുന്നത്. അത് ഒരു ചതിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട്. അങ്ങനെയാണ് ഇസ്പേഡ് ഗോപിനാഥർക്ക് പോലീസ് ഉദ്യോഗത്തിൽ ജോലി കിട്ടുന്നത്. അയാളെ ഏറ്റവും സത്യാഗ്രഹികളോടൊക്കെ ഏറ്റവും ക്രൂരമായിട്ട് പൈശാചികമായിട്ട് പെരുമാറിയിട്ടുള്ള, മാത്രമല്ല O രാജഗോപാൽ, കായിക്കര ഷംസുദ്ദീൻ, K ഗോപാലൻ അടങ്ങുന്ന ജനതാ പാർട്ടി കമ്മിറ്റി ക്രിമിനൽ ആക്ഷൻ എടുത്ത് ശിക്ഷിക്കണം എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജിയോട് ആവശ്യപ്പെടുന്ന ആ ലിസ്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഇസ്പേഡ് ഗോപി. അയാൾ തന്നെ വന്നാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പോലീസ് ജീപ്പിനെ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ധാരാളം ജനങ്ങൾ ബസ് സ്റ്റാൻഡിൽ ഒരുമിച്ച് കൂടിയിരുന്നു. അവരോടെല്ലാം പറഞ്ഞു ഇയാൾ കള്ളനോട്ട് കേസിലെ പ്രതിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ബസ് കയറ്റുന്നത്. അങ്ങനെ കൊണ്ടുപോയിട്ട് നേരെ SP-യുടെ ഓഫീസ്, അത് ആലപ്പുഴ കടപ്പുറത്തുള്ള മുപ്പാലത്തിൻ്റെ അടുത്താണ്, അവിടെ കൊണ്ടുപോയി തന്നെ ഉടനെ തന്നെ അവരുടെ ചോദ്യം ചെയ്യലെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളെ ഒന്ന് ഹറാസ് ചെയ്യുക, നമ്മുടെ വ്യക്തിത്വത്തെ ഇടിച്ച് കളയുക എന്നുള്ള മനഃശാസ്ത്രപരമായ രീതിയാണ് ആദ്യം അവർ സ്വീകരിച്ചത്. ചെന്ന ഉടനെ തന്നെ ആദ്യം കർണക്കുറ്റിക്ക് അടിച്ചു. പിന്നീട് CA ആയിരുന്ന ജയപ്രകാശ്, അയാളുടെ സൗത്ത് CA ആയിരുന്നു. അയാളുടെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലുള്ള സ്റ്റിക്ക് കൊണ്ട് എൻ്റെ തലക്കിട്ട് ഒരടി അടിച്ചു.
ആ പാട് ഇപ്പോഴും അന്ന് പൊട്ടി ചോര കഴുകി ആ പാട് ഇപ്പോഴും കാണുവാൻ സാധിക്കും. അതിനി മരണം വരെ ആ പാടുണ്ടാവും. അങ്ങനെ ഓരോ ദിവസവും വ്യത്യസ്തമായ രീതിയിലുള്ള പീഡനങ്ങളും കാര്യങ്ങളും എനിക്ക് അനുഭവിക്കപ്പെട്ട് വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ മുൻകൂട്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരും യൂത്ത് കോൺഗ്രസ്സുകാരും പ്ലാൻ ചെയ്ത തയ്യാറാക്കിയ പദ്ധതിയുടെ ഫലമായിട്ട് ഞാൻ താമസിക്കുന്ന അടുത്തടുത്തുള്ള 3 വീടുകൾ അവർക്കറിയാം. അതിൽ ഒരാളുടെ പേര് നീലകണ്ഠൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. രണ്ടാമത്തെ മണിയപ്പൻ എന്ന വ്യക്തിയാണ്. 3 രാജപ്പൻ. അവരെ 3 പേരും എന്നെ അറസ്റ്റ് ചെയ്ത് മണിക്കൂറുകളിൽ തന്നെ അവരെ അറസ്റ്റ് ചെയ്തു. അവർ എൻ്റെ ഒപ്പം 2 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ എനിക്ക് കിട്ടുന്നതിനേക്കാളും ഭീകരമായി 2 ദിവസം അവരെ മർദ്ദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായി അടിയന്തരാവസ്ഥ കഴിഞ്ഞ് കുറച്ച് കാലങ്ങളെ അവർക്ക് ജീവിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അവരെല്ലാം മരിച്ചുപോയി. അപ്പോൾ ഇതിൽ ഓരോ മർദ്ദനത്തിലെ സാധാരണ അടിയോ ഇടിയോ മർദ്ദനങ്ങളൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും സഹിക്കാൻ സാധിക്കും. പക്ഷേ സഹിക്കാൻ പറ്റാത്ത മർദ്ദന രീതികളാണ് എന്നെപ്പോലുള്ള ഒരു വ്യക്തികളുടെ നേരെ പ്രയോഗിച്ചിട്ടുള്ളത്. ഉദാഹരണം, കാവടി കെട്ടുക എന്ന് പറയുന്ന ഒരു ടോർച്ചറിങ് മെത്തേഡ്. കൈ മേപ്പോട്ട് കെട്ടി 3 കെട്ട് കെട്ടും. കഴുത്ത് താത്തിയിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ലാത്തി വെച്ച് ചുറ്റും പോലീസുകാർ നിൽക്കും. എൻ്റെ യുവത്വത്തിൽ എൻ്റെ അഹംബോധത്തിൽ ഞാൻ വെച്ചു ഇതുകൊണ്ട് എനിക്ക് എന്നാ സംഭവിക്കാൻ എന്ന് വിചാരിച്ചു. പക്ഷേ സ്വല്പം സമയം കഴിയുമ്പോൾ വിവരം അറിയാൻ തുടങ്ങി. കൈപ്പത്തി മുതൽ എല്ലായിടവും മരവിച്ച് നമ്മൾ കാവടി ആടുന്ന പോലെ ആടും. പോലീസുകാർ നമ്മൾ താഴോട്ട് കുനിയുമ്പോൾ പിടിച്ച് മേപ്പോട്ട് പൊക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ആ ബ്ലഡ് സർക്കുലേഷനെല്ലാം നിന്ന് അവസാനം നമ്മൾ താഴെ ബോധം കെട്ട് വീഴും. വീണ് കഴിയുമ്പോഴാണ് ഒരു പോലീസുകാർ കൈയൊക്കെ അഴിക്കുന്നത്. പിന്നെ ആ കൈ താന്നു വരാൻ തന്നെ മണിക്കൂറുകൾ പോലീസുകാർ തന്നെയാണ് തിരുമ്മി കൈ താത്തിയിട്ടുള്ളത്. അങ്ങനത്തെ മർദ്ദനങ്ങൾ എൻ്റെ നടന്നിട്ടുണ്ട്. മറ്റൊന്ന് ഉരുട്ടൽ എന്ന് പറയുന്നത് കേരളത്തിലെ പ്രസിദ്ധമായ ഏറ്റവും ക്രൂരവും ഹീനവും ഒരു വ്യക്തിയെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതാണ് ഉരുട്ടൽ എന്ന് പറഞ്ഞ മർദ്ദന രീതി. അത് ഭാവിയിൽ കിഡ്നിയും കാര്യങ്ങളൊക്കെ തടവുകാരുടെ ഈ പെടുന്നവർക്ക് ബാധിക്കുന്നതാണ്. ഒലക്ക പോലെ സാധനങ്ങളുടെ മുട്ട് മുതൽ തുട വരെ ഉരുട്ടുകയാണ്. അങ്ങനെ ഉരുട്ടി കഴിയുന്ന സമയത്ത് നമ്മുടെ തൊലിയും രോമമെല്ലാം പറഞ്ഞു പോകും. അത് പഴുക്കും. അങ്ങനെ പഴുക്കുന്ന തുടയിൽ പിന്നീട് ഇവർ ലാത്തി വെച്ച് കുത്തി വേദനിപ്പിക്കുന്നു. അത് അതിനേക്കാളും ഒരു ക്രൂരമായ വിനോദമായിട്ടാണ് പോലീസുകാർ എടുത്തിട്ടുള്ളത്. ഇതിനിടയ്ക്ക് 100 പോലീസുകാർ വന്നിട്ട് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ളവർ വന്ന് ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യലിൽ നമ്മളെ ഉറങ്ങാൻ പോലും അനുവദിക്കാതെ ആയിരിക്കും. തുരുതുരാ ചോദ്യങ്ങളായിരിക്കും. ചിലർ വന്ന് ഈ ചെറുപ്പത്തിൽ നിൻ്റെ ഈ തടി കളഞ്ഞ പ്രായമാകുമ്പോൾ നീ ഇത് അനുഭവിക്കും എന്ന് പറയും. ചിലർ വന്ന് ഇത്രയും നല്ല തടി കളയരുതെന്ന് പറഞ്ഞ് തിരിച്ച് നമ്മളെ സോപ്പിടുന്ന മെത്തേഡുകളും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു എന്താ അതിന് പറയേണ്ടതെന്ന് എനിക്ക് അതായത് ഒരു വ്യക്തിയെ അങ്ങനെ ഹറാസ് ചെയ്ത് അങ്ങേയറ്റത്തെ നിലയിലേക്ക് ആക്കുക. അപ്പോൾ ഈ ഉരുട്ടുന്ന സമയത്തൊക്കെ ഞാൻ നൊരൊളിച്ചിട്ടുണ്ട്. അയ്യോ അമ്മേ എന്ന് പറഞ്ഞിട്ട് നൊരൊളിക്കുന്ന സമയത്ത് നിൻ്റെ ഭാരത് മാതാവിനെയാണോ വിളിക്കണേ എന്ന് ചോദിച്ചിട്ട് ആ സമയത്ത് പോലും കർണക്കുറ്റിക്ക് അടിച്ചിട്ടുണ്ട്. വായിൽ തുണി കുത്തി കയറ്റിയിട്ടുണ്ട്. കരയുമ്പം മുഖത്ത് തുപ്പിയ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ പോലീസുകാരൻ CI ഉണ്ടായിരുന്നു. അയാൾ പിന്നീട് ഞാൻ ഫയൽ ചെയ്ത കേസിന് ശേഷം അയാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് അയാൾ മരിച്ചു പോയിട്ടുണ്ടായിട്ടുണ്ട്. അയാൾ വേദനയോടുകൂടി എന്നോട് പിന്നീട് കോടതി വെച്ച് മാപ്പ് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു മാപ്പ് പറഞ്ഞിട്ട് എന്താ കാര്യം? അന്ന് ബന്ധനസ്ഥനായ ഒരു വ്യക്തിയുടെ മുഖത്ത് തുപ്പുക എന്ന് പറയുന്നത് ഒരിക്കലൊരു പൗരുഷമാണ് എന്നെനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ പറയേണ്ട. അത് അയാളെ ചങ്കിൽ തറച്ച പോലെയായി. 6 മാസം പോലും പിന്നീട് ആ ചോദ്യത്തിന് ബ്രേക്ക് പിടിച്ചേക്കാൻ സാധിച്ചില്ല. അയാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി സംഭവം എനിക്കറിയാം. 13 ദിവസമാണ് എന്നെ പോലീസ് കസ്റ്റഡിയിൽ വെച്ചിട്ട് വിവിധ രീതിയിലുള്ള മർദ്ദനങ്ങളും ഡബിൾ ആക്ഷൻ എന്ന് പറഞ്ഞ് തല ഭിത്തിയോട് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ കർണക്കുറ്റിക്ക് അടിക്കും. അപ്പം ആ അടിയും കൊള്ളും തലയെന്ന് നേരെ ഭിത്തിയിലും ഇടിക്കും. പലപ്പോഴും തല ഇങ്ങനെ കറങ്ങിയിട്ട് നമ്മൾ വീഴും. മൂക്കിൽ നിന്നൊക്കെ ഇങ്ങനെ ചോര പൊടിഞ്ഞ് വരും.
പിന്നീട് ഏറ്റവും ക്രൂരമായി ചെയ്തൊരു മർദ്ദനം, പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പുറകിൽ നിന്ന് പിടിച്ചിട്ട് നമ്മളെ കുലുക്കിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ നട്ടെല്ല് മുഴുവൻ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് നടുവിനിട്ട് മുട്ടുകാല് വെച്ചൊരു ഇടിയാണ്. ഇടിയെന്ന് കേട്ടിട്ട് ഞാനിങ്ങനെ അമ്മേന്ന് പറഞ്ഞ് വീണ് പോയിട്ട് കുറേ നേരത്തേക്ക് ബോധം പോലും പോയി. അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് എൻ്റെ കാല് ഈ കാണുന്ന അവസ്ഥ. ഈ രണ്ട് കാലിലും കാണുന്ന നട്ടെല്ലിൽ നിന്നുണ്ടാകുന്ന പഴുപ്പിൻ്റെയും അതിൻ്റെ ദോഷവശങ്ങളാണ് ഇന്ന് എൻ്റെ നട്ടെല്ലിൽ കാണാൻ ഞാൻ ഇന്നും ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ആഗസ്റ്റ് 13 മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ വിലങ്ങ് വെച്ചുകൊണ്ടാണ് പോയത്. കൊണ്ടുപോയിട്ട് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ചെന്ന് വിലങ്ങ് ഊരിയിട്ട് മജിസ്ട്രേറ്റ് പറയുകയാണ്, നിങ്ങൾ മിസ തടവുകാരനാണ് എന്ന് പറഞ്ഞ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ എത്തിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ 7 മാസം ജയിൽവാസം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് RSS ജനസംഘം പ്രവർത്തകരെ മാത്രമല്ല, അനേകം നക്സലേറ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നവരും നക്സലേറ്റ് എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യപ്പെട്ടവരെയും പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നത് ഇന്ദിരാഗാന്ധി അന്ന് നടന്ന തെരഞ്ഞെടുപ്പ് 77 നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷമാണ്. റിസൾട്ട് വന്ന് ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഞങ്ങളെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് വിടുന്നത്. സാധാരണ ജയിൽ തടവുകാരാണെങ്കിൽ അവരെ തിരിച്ചുവിടുമ്പോഴേ വീട്ടിലെത്താനുള്ള വണ്ടിക്കൂലി കൊടുക്കേണ്ടതാണ്. ഞങ്ങൾക്കൊന്നും വണ്ടിക്കൂലി ഒന്നും തന്നിട്ടില്ല. അതൊക്കെ അന്നത്തെ ജയിൽ ഉദ്യോഗസ്ഥന്മാരെ എഴുതിയെടുക്കാനുണ്ടായിട്ടുള്ളത്. പുറത്ത് കാത്തു നിന്നിരുന്ന അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയും RSS ഒക്കെ വളരെ മാനസിക ഐക്യത്തിലായിരുന്നു. അവരെല്ലാം കൂടെ പണം പിരിച്ച് തന്നാണ് ജയിലിൽ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോരാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള അറസ്റ്റും ആലപ്പുഴയിലെ മറ്റ് 3 RSS പ്രചാരകന്മാർ C. ശിവദാസൻ, പിന്നീട് MI സുകുമാരൻ, അതുപോലെ കരുണാകരൻ, ഞാൻ ഈ 4 പേർക്കും വേണ്ടിയിട്ട് അടിയന്തരാവസ്ഥയിൽ ഹേബിയസ് കോർപ്പസ് ഹർജികൾ ഫയൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിൽ എന്നെ ഒഴിച്ചുള്ള ബാക്കി 3 കേസിന് ഹേബിയസ് കോർപ്പസ് ഹർജികൾ ഫയൽ ചെയ്യാൻ ഞാൻ തന്നെയാണ് ഓടിയാണെന്നുള്ളത്. അത് ഫയൽ ചെയ്ത് 4 കേസും ഫയൽ ചെയ്ത അഡ്വക്കേറ്റ് K. രാംകുമാറാണ് എറണാകുളത്തുള്ളത്. അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് തന്നെ കരുണാകരൻ്റെ ഭീഷണി നേരിട്ടുണ്ടായിട്ടുണ്ട്. 2-3 ദിവസം അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ ബലാത്കാരമായി പിടിച്ചു വയ്ക്കുകയും ഈശ്വരയ്യരെ പോലുള്ള വക്കീലന്മാരും മറ്റ് ഉന്നത ജഡ്ജിമാരും തന്നെ ഇടപെട്ടുകൊണ്ടാണ് അദ്ദേഹത്തെ പിന്നീട് വെളിയിലേക്ക് വിട്ടത്. അപ്പോൾ അങ്ങനെ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഞങ്ങളുടെയൊക്കെ ഡെഡ് ബോഡി മാത്രമേ വെളിയിൽ വരുവുള്ളായിരുന്നു എന്നുള്ളതാണ് സത്യം. കപ്പിയെ കയറ്റുക എന്നുള്ള ഹീനമായ മർദ്ദന രീതി എന്നോട് ചേർന്ന് കൈ പുറയിൽ കെട്ടി വെച്ചിട്ട് അതൊരു കപ്പിയിൽ കൊളുത്തിയിട്ട് പുറയിലിട്ടിങ്ങനെ വലിക്കും. അപ്പം നമ്മളിങ്ങനെ പൊങ്ങിപ്പോവും, പൊങ്ങി ഇങ്ങനെ നിൽക്കും, നിലത്ത് നിർത്തും, തള്ളവിരലിൽ നിർത്തും. അതൊക്കെ മർദ്ദനത്തെക്കാളും ഭീകരമായ ഒരു രീതിയിലുള്ള ടോർച്ചറിങ് മെത്തേഡ്സാണ്. അപ്പോൾ അത്തരം മെത്തേഡ്സുകളൊക്കെ എൻ്റെ നേരെ പ്രയോഗിച്ചിട്ടുണ്ട്. ഇത് പ്രയോഗിക്കാനുള്ള ഒരു കാരണം 1 വർഷം കഴിഞ്ഞാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സത്യാഗ്രഹികൾ പറഞ്ഞതിൻ്റെ ഉത്തരങ്ങൾ നൽകണം. മറ്റുള്ള മിസ തടവുകാരെ ഒക്കെ ഇടയ്ക്ക് വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ള അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വേണം. അതിന് പിന്നെ പ്രധാനമായിട്ട് വന്ന ചോദ്യം കുരുക്ഷേത്ര അടിക്കുന്നതിനെക്കുറിച്ച്, അതൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഭാസ്കറാവിനെ പോലുള്ള വ്യക്തികളെ കുറിച്ചുള്ള വിവരങ്ങളാണ്. പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു സംഭവം എനിക്ക് ഇന്നും അത് കോരിത്തരിക്കുന്ന ആ സംഭവം. പോലീസുകാർ പറഞ്ഞു, നിങ്ങളുടെ പ്രാന്ത പ്രചാരകൻ എന്ന് പറയുന്ന ഭാസ്കറാവിന് 33 പല്ലുണ്ട് എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു, ഭാസ്കറാവിന് 32 പല്ലേ ഉള്ളൂ, അല്ല 33 പല്ലുണ്ട്, ID റിപ്പോർട്ടിലുണ്ട്, കൃത്യമാണ് എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന അതിനുവേണ്ടിയും തല്ലുകൊണ്ടിട്ടുണ്ട്. ഞാൻ തിരിച്ച് ജയിലിൽ നിന്ന് ആദ്യം ഭാസ്കറാവിൻ്റെ മുഖത്തേക്ക് നോക്കണേ. അപ്പം പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ സംഭവം സത്യമാണ്. ഭാസ്കറാവിന് 33 പല്ലുണ്ട്. ഈ 2 പല്ലുകളുടെ ഇടയിൽ ഒരു പല്ല് കൂടെയുണ്ട്. അപ്പോൾ പോലീസുകാർ അത്രയും ആഴത്തിൽ അദ്ദേഹത്തിൻ്റെ ശാരീരിക ലക്ഷണങ്ങൾ വരെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനൊന്നും അവർക്ക് സാധിച്ചില്ല. അവർ വിചാരിച്ച മഹാരാഷ്ട്രക്കാരൻ്റെ ആകൃതി ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ശരീരഘടന എന്ന്. പക്ഷേ 40 വർഷമായിട്ട് കേരളത്തിൽ ജീവിച്ച അദ്ദേഹം തനി മലയാളിയെപ്പോലെ അദ്ദേഹം ജീവിച്ചതുകൊണ്ട്
അദ്ദേഹത്തിന് പിടിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞോടുകൂടി ശാരീരിക വേദനയും കാര്യങ്ങളും കൂടാൻ തുടങ്ങി. എന്നെ ചികിത്സിച്ചിട്ടുള്ളത് ആദ്യത്തെ ചികിത്സകൾ മുഴുവൻ നടത്തിയിട്ടുള്ള 3-4-5 വർഷങ്ങൾ തുടർച്ചയായിട്ട് നടത്തിയിട്ടുള്ളത് സത്യാഗ്രഹിയും 6-7 മാസം ജയിലിൽ കിടക്കുകയും സംഘപ്രസ്ഥാനത്തിനും ജനസംഘ പ്രസ്ഥാനത്തിനും വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുകയും ക്ലേശങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ശ്രീമാൻ നടരാജൻ മനക്കോടം നടരാജൻ വൈദ്യരാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് മാസങ്ങൾ താമസിച്ച് ഒരുപാട് രീതിയിലുള്ള പഞ്ചകർമ്മ ചികിത്സകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കാലത്തൊക്കെ ചെറുപ്പത്തിൻ്റെ കാലത്ത് പിന്നെയും എൻ്റെ ശരീരം നന്നായിട്ട് വണ്ടി ഓടിക്കുന്നവർ പോയിട്ടുണ്ട്. പ്രായം ഇന്നെനിക്ക് 65 വയസ്സാവുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ പീഡനങ്ങൾ ശരിക്ക് അനുഭവിക്കുകയാണ്. അന്ന് പോലീസുകാർ പറഞ്ഞു, നിനക്ക് പ്രായം 60 വയസ്സ് കഴിയുമ്പോൾ നീ ഇതൊക്കെ മനസ്സിലാക്കും എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് അവർ പറഞ്ഞ ആ ഒരു കാര്യം സത്യമാണ്. അത് ഇന്ന് ഞാൻ അനുഭവത്തിൽ മനസ്സിലാക്കുന്നു. പക്ഷേ എനിക്കതിൽ ഒരു വിഷമോ വേദനയോ ഒന്നുമില്ല. ശരീരത്തിന് വിഷമമുണ്ട്, അങ്ങനെ ഇതുണ്ട്. പക്ഷേ ഞാനതിലൊരു സന്തോഷമാണ്. കാരണം കേരളത്തിലെ 7000-ൽ പരം ആൾക്കാർ എന്നെപ്പോലെ തന്നെ ദാരുണമായ പീഡനങ്ങൾ അനുഭവിച്ചതാണ്. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കത് അനുഭവിക്കുന്നതിൽ യാതൊരു സന്തോഷക്കുറവുമില്ല. പക്ഷേ അങ്ങനെ അനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ, ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു കഴിഞ്ഞു. പല കുടുംബങ്ങളും അനാഥമായിട്ടുണ്ട്. പല കുടുംബങ്ങളിലെയും കുട്ടികളുടെ വിവാഹങ്ങൾ നടക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. രോഗിയായിട്ട് നിത്യേന മരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവർക്കെല്ലാം അവർക്ക് ചികിത്സാ സഹായവും മറ്റ് സഹായങ്ങളും കൊടുക്കേണ്ടത് ധാർമ്മികമാണ്. ഒരു ഗവൺമെൻറ് അടിച്ചേൽപ്പിച്ച ദുരന്തത്തെ അതിന് പരിഹാരം ചെയ്യേണ്ടത് ഗവൺമെൻറ് തന്നെയാണ്.